ജാമിച്ച നമസ്കാരം നമസ്കാരം. ഓ നമ്മുടെ ഈ വഴിക്ക് വന്നിരിക്കണോ പറഞ്ഞു വന്നാണ്. ഞാനിങ്ങനെ ആടും വിട്ട് പാടത്തും പറമ്പിലൊക്കെ ഇങ്ങനെ വട്ടത്തിരിയുന്ന ആളാണ്. അതാണ് ഇപ്പൊ തേടിത്തെറിഞ്ഞ് കനാൽ വരമ്പി കൂടി വന്നത്. ഞങ്ങൾ ജാമിച്ചനെ ഇങ്ങനെ തിരക്കി നടക്കുമായിരുന്നു. ഇങ്ങനെ അന്വേഷിച്ച് അവസാനം ജാമിച്ചനെ കണ്ടെത്തി. സന്തോഷമുണ്ട്. എന്നെ കാണണമെങ്കിൽ അവിടെയൊക്കെ പാടത്തും പറമ്പിൽ തന്നെ ഉണ്ടാവുള്ളൂ. ഞാൻ എന്താ പറയുന്നു സാറേ, ഇക്കൊല്ലോ മഴ നേരത്തെ കാലത്തെ കുറിച്ചു. പട്ടുമഴ പറഞ്ഞാൽ നമ്മ മുഴുവൻ സമയത്ത് ഒരു മഴയോ 1-2 മഴ പട്ടുമഴ പെയ്താ ശാന്തമായിട്ട് അങ്ങോട്ട് പട്ടു വരക്കലൊക്കെ നടത്തും. ഇപ്പൊ ചളിമഴയാണ് പെയ്തിരിക്കുന്നത്. ആകെ രൂപക്കടായി. ചളിമഴ എന്ന് പറയുന്നത് ചളിതാ മഴ ഒരുപാട് പെയ്തു. ഈ സമയത്ത് കൊയ്ത്ത് നടക്കേണ്ട സമയല്ലേ. കൊയ്തൊക്കെ കണ്ടത്തുനിന്ന് കയറ്റി നമുക്ക് വറ്റലൊക്കെ ശാന്തമായിട്ട് അങ്ങോട്ട് വറ്റലൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ ചെയ്തിട്ട് വേണം ഈ പട്ടുമഴ പെയ്ത് ഒരു വരയ്ക്കണവർക്ക് വരയ്ക്കാം. ഇപ്പൊ കാലം എന്ത് സ്കൂൾ തുറക്കുന്നത് കാത്തിരിക്കുന്നതല്ലേ മഴ നേരത്തെ. ഇതിപ്പോ ഏപ്രിൽ മാസം പുഷു വരുന്നതിന് മുമ്പേ മഴ പെയ്തില്ലേ. ആകെ കാലാവസ്ഥയൊക്കെ രൂപക്കടായി. മനുഷ്യന്മാരുടെ ജീവിതം പോലെ തന്നെയാണ് ഒക്കെ താളക്കടാകുന്നത്. പ്രകൃതിന്റെ പ്രകൃതി പറയൂലേ നിങ്ങളൊക്കെ. പ്രകൃതിന്റെ പ്രകൃതിയിലാണ് ഇപ്പോ. മഴയില്ല പറഞ്ഞ് നമ്മ പാടി. ചില സമയങ്ങളിൽ മഴയോട് മഴയാണ്. പെയ്താൽ അങ്ങനെ പേമാരി, ഇല്ലെങ്കിലോ വരൾച്ച, കടുത്ത വരൾച്ച. ചൂടൊക്കെ എങ്ങനെയുണ്ട്? കടുത്ത ചൂടാണ്. മഴ പെയ്തു പറഞ്ഞിട്ട് കാര്യമില്ല. പകല് നല്ല ചൂടുണ്ട്. തെരുന്ന് വെള്ളം കുടിക്കണം, തണുത്ത വെള്ളം. ഇത്രയും പ്രശാന്ത സുന്ദരമായ ഈ പാലക്കാട് മണ്ണില് ഭയങ്കര ചൂടാണ്. നമ്മുടെ ഇവിടെ തന്നെ ചൂട് പറയുമ്പോഴേ പിന്നെ ആലോചിക്കാൻ വയ്യാലോ. വെള്ളം എവിടെ കെട്ടി നിൽക്കുന്ന സ്ഥലമല്ലല്ലോ നമ്മുടെ അവിടെ, ഒഴിഞ്ഞും പോണതാണ്. നെല്ലറയാണ്. നെല്ലറയാണ്. ഒപ്പം നമ്മുടെ കരിമ്പനകളുടെ നാടുകൂടിയാണല്ലേ. കരിമ്പന്റെ നാട് കൂടിയാണ്. എന്താ പറഞ്ഞ പനിയില്ലെങ്കിൽ പാലക്കാടിന് ചന്തമില്ല. പാലക്കാടിന്റെ ചന്തം പറയുന്നത് പനിയാണ്. പാലക്കാട് തന്നെ ഒരു ചന്തമാണ്. പാലക്കാട് തന്നെ ഒരു ചന്തമാണ്. പന കൊണ്ടാണ് ആ ചന്തം നിലനിർന്ന് വരുന്നത്. പനിയൊക്കെ മുറിഞ്ഞു വീഴാൻ തുടങ്ങി. ഒന്നും പറയണ്ട. ഇനിയിപ്പോ 10 കൊല്ലം കഴിഞ്ഞാലേ ഈ ഫോട്ടോയിലായിരിക്കും പന കാണുന്നതെന്നാ തോന്നുന്നത്. എന്താ പറഞ്ഞ പുതിയ പനകളും മുളച്ചു വരണമെങ്കിൽ വിളന്നേ നൊങ്ങുണ്ടിയായി അത് പനമ്പഴമായിട്ട് താഴ്ത്തു പോയിടണം. ഇതങ്ങനെയല്ലല്ലോ. വെള്ളം പൊട്ടി കച്ചവടം ചെയ്യാൻ കൊണ്ടുപോയല്ലേ. അപ്പൊ പുതിയ പനകളില്ലല്ലോ. അതാണ് അങ്ങനെ ഒരു ആദ്യം വേദനയൊക്കെ ഞങ്ങളുടെ നാട്ടുകാർക്കുണ്ട്. ആ വേദന ഞങ്ങളുടെ വേദന കൂടിയാണ്. നിങ്ങളുടെ വേദന കൂടി അല്ല. പാലക്കാട്ട് വരുന്നവര് അങ്ങനെ അലിഞ്ഞു ചേരും. അതായത് ഈ പാലക്കാട് എന്ന് പറയുന്നത് തന്നെ ഒരു നിഷ്കളങ്കരുടെ നാട് എന്നാണ് അറിയുന്നത്. അത് തന്നെ പറയുന്നു ശ്രീകണ്ഠൻ നായർ സാറ്. അതേപോലെ ഈ പിന്നെ റിപ്പോർട്ട് ചാനലിലെ അരുൺ സാറ് ഇതൊക്കെ പറയും, എടുത്തെടുത്ത് പറയും. പാലക്കാട്ടുകാര് പച്ചപ്പാവങ്ങളാണ്, നിഷ്കളങ്കരാണ്, സ്നേഹം കണ്ടുമൂടുന്നവരാണ്, ചേർത്ത് പിടിക്കുന്നവരാണെന്നൊക്കെ പറയും. തീർച്ചയായിട്ടും 10-25 വർഷമായിട്ട് ഈ പാലക്കാടുമായിട്ട് വളരെ അടുപ്പമുള്ള മറ്റു പല സ്ഥലങ്ങളിൽ പോകാറുണ്ട്, യാത്ര ചെയ്യാറുണ്ട്, പല കാര്യങ്ങളിലും നമ്മളവിടെ ബന്ധപ്പെടാറുണ്ട്, പല സ്ഥാപനങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഈ പാലക്കാട് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു മനസ്സിന് കുളിർമയും നന്മയും ഒക്കെ ഇങ്ങനെ ഉണ്ട്. പാലക്കാട് എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങോട്ട് നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗം പോലെ വളരെ നിഷ്കളങ്കരായ മനുഷ്യര്, അതായത് കാർഷിക മേഖല എല്ലാം കൊണ്ടും മനസ്സിനും ശരീരത്തിനും കുളിര് നൽകുന്ന ഒരു പ്രദേശമാണ് പാലക്കാട്. പണം മാത്രം വേണം ജീവിതത്തിന്. അതൊരു പ്രധാനമാണ്. പാലക്കാട് സമാധാനത്തോടു കൂടി കഴിയാ. പണം വേണം. എല്ലാവർക്കും പണവും കാശും പണവും ഒക്കെ ഉണ്ടാകട്ടെ. സന്തോഷം. എന്തായാലും ചാമിച്ചിനെ കണ്ടതില് പാലക്കാട് വന്ന്, കൊല്ലംകോട് വന്ന്, ഈ വടവന്നൂര് വന്ന് നമ്മുടെ ചാമിച്ചിനെ കണ്ടതിൽ വളരെ സന്തോഷം. സന്തോഷമായി.